അപ്പം ഞാൻ പക്ഷേ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ അമ്മയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഒരു ടഫ് എക്സ്റ്റീരിയറും വന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറും ആണല്ലോ പൊതുവെ അമ്മമാർ. അപ്പം എനിക്ക് അമ്മയെ പറ്റി കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഏറ്റവും പറഞ്ഞ എടുത്തിട്ടുള്ള അമ്മയെ കുറിച്ചാണെന്നാണ് എനിക്കും എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് ഇയാൾ സ്ഥിരം അമ്മയെ കുറിച്ച് തന്നെയാണെന്ന് ഇല്ലില്ല. അമ്മ ഇങ്ങനെ ഭയങ്കരമായ ഡയറക്ഷനിൽ ഇങ്ങനെയാവണം അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്ന് പറഞ്ഞൊന്നും വളർത്തിയിട്ടുള്ള ഒരാളല്ല. ഈ രണ്ട് പേഴ്സണാലിറ്റികളുടെ നടുക്കാണ് നമ്മൾ വളർന്നത്. അപ്പൻ കുറച്ചുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലീസിങ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൻ്റെ നേച്ചറാണത്. അപ്പൻ അങ്ങനെ ആരെയും മുഖത്ത് നോക്കി നോ പറയാനോ ഒരു എതിർക്കാനോ ഒരാളായിട്ട് ശത്രുത ഉണ്ടാക്കാനോ ഇഷ്ടമുള്ള ഒരാളല്ല. അമ്മ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ആ സ്ട്രെയിറ്റ് ഫോർവേഡ് നേച്ചറിന്റെ ഭാഗമായി ശത്രുക്കൾ ഉണ്ടാവാം. അമ്മ ശത്രുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പൊ ഈ അപ്പൻ ഒരുപാട് യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അമ്മ വീട്ടിൽ ഒതുങ്ങാനിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പൻ സാമൂഹിക പ്രവർത്തകൻ, അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ഈ ഒരു കോൺട്രാസ്റ്റിന് നടുക്കാണ് നമ്മളൊക്കെ വളരുന്നത്. അത് നല്ലതാന്ന് തോന്നുന്നു. എനിക്ക് ഫാദറിന്റെ ട്രീറ്റും കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ സ്ട്രീറ്റ് ഫോർവേഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യം, എന്നിൽ എത്ര ശതമാനമാണ് എൻ്റെ അപ്പൻ, എത്ര ശതമാനമാണ് എൻ്റെ അമ്മ? ഇത് ഡിഫൈൻ ചെയ്യും. ഒരു സെൽഫ് അനാലിസിസ് ഒക്കെ നടത്തി നോക്കാവുന്നതാണ്. ഒരു കാലഘട്ടം വരെ എന്നിൽ ഒരു 70% എൻ്റെ അപ്പനായിരുന്നു, 30% മാത്രമായിരുന്നു അമ്മ. ഇപ്പൊ ഏതാണ്ട് ഒരു 50-50 ആണ് ശരിക്കും പറയാം. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ അതാ സംഭവിക്കണം. നമ്മളൊക്കെ നമ്മുടെ 50-ൽ എത്തുമ്പോൾ മനസ്സിലാവും നമ്മളെ ഏറെക്കുറെ അവിടെ അപ്പൻ അമ്മ തന്നെയാണ്. ഈ ജീൻ എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ. അപ്പൊ അമ്മ വളരെ, അമ്മയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ അമ്മയുടെ പേര് ചേർത്തുകൊണ്ടും അമ്മയെ കുറിച്ച് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നതുകൊണ്ടും എല്ലാവരും വിചാരം എൻ്റെ അമ്മ മോഹൻലാലും ഞാൻ മോഹൻലാൽ അമ്മ കവിയൂർ പൊന്നമ്മയാണെന്നാണ്. ഉണ്ണി പുട്ട് അങ്ങനെയല്ല. പല ഏരിയാസിലും ഇപ്പൊ എനിക്ക് അമ്മ ഇങ്ങനെ ഉറക്കെ സംസാരിക്കണമെന്ന് എനിക്ക് ഇഷ്ടം. ചിരിച്ചാൽ ഭയങ്കര ഷൗട്ട് ചെയ്യും. ചിലപ്പോൾ റോട്ടിൽ കൂടെ പലർക്ക് നോക്കണ്ടാവും, എൻ്റെ അമ്മയൊന്നും എല്ലാം സംസാരിക്കും. അപ്പൊ അതിലൊക്കെ വീട് വെറുതെ അടക്കാണ്. അവിടെ ചിലപ്പോൾ വാടകക്കാർ വരും. അവിടത്തെ ചിലപ്പോൾ ഒരു പെൺകുട്ടി ചോദിക്കും, ഇതാ പുള്ളിക്കാരൻ്റെ വീടല്ലേ ഇങ്ങനെ നിൽക്കണ അമ്മേനെ ഒച്ചയിടുന്നായിരിക്കും ചിലപ്പോൾ ആള് കേൾക്കണ്ടാവും. അമ്മ ആണെങ്കിടത്തല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് എൻ്റെ വീട്ടിൽ എനിക്ക് സംസാരിക്കാം. അപ്പൊ അങ്ങനെ കോൺട്രാസ്റ്റുകളുണ്ട്. അപ്പൻ അങ്ങനെ ഇല്ല. അപ്പൻ്റെ ഒരു ഡെസിബലിന്റെ മുകളിൽ ശബ്ദം ഉയരാറില്ല. അത് നമുക്കൊരു തരത്തിലുള്ള ഒരു ആശ്വാസമാണ്. അപ്പോ അമ്മ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ നോട്ട് ഈസി ടു ആക്സെപ്റ്റ്. സ്ലോലി പക്ഷെ അതൊക്കെ ശരിയായിരുന്നു എന്ന് തോന്നിപ്പോവാറുണ്ട്. അമ്മയ്ക്ക് അമ്മയുടേതായ ഒരുപാട് കുറവുകളുണ്ട്. നമ്മളെപ്പോഴും കോപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയിലുണ്ട് അപ്പനിലും ഉണ്ട്. മൈ മദർ ഇസ് നോട്ട് എ പെർഫെക്റ്റ് മദർ, ബട്ട് ഹെർ ഇംപെർഫെക്ഷൻസ് ആർ ആക്സെപ്റ്റബിൾ. അതാണ് എനിക്ക് അമ്മയെ കുറിച്ച് പറയാനുള്ളത്. ഭയങ്കര ലോജിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. ആളുടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾ വളരെ ലോജിക്കലാണ്. അപ്പം ഞാൻ ജോസഫിൽ കാണുന്ന, ഇപ്പോൾ നമ്മൾ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എഴുത്തുകാരനെ പറ്റിയും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പം പുസ്തകത്തിൽ പലയിടത്തും ആദ്യം കണ്ണവൻ വർത്താനം പറയുന്നൊരു കുട്ടി, ക്ലാസ്സിലൊക്കെ തറുതല പറയുന്ന കുട്ടി, പക്ഷേ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു ഇൻട്രോവേർട്ടിൻ്റെ ഒരു രീതികൾ. പക്ഷെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഒരു പബ്ലിക് സ്പീക്കറും കൂടിയാണ്. ഇതെങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ? അപ്പം നിങ്ങൾക്ക് രണ്ട് പേഴ്സണാലിറ്റി തീർച്ചയായിട്ടും വേണം. എഴുതുന്ന സമയത്ത് നിങ്ങളൊരു അന്തർമുഖനും വളരെയധികം ചിന്തിക്കുന്നതും അങ്ങനത്തെ ഒരു മനുഷ്യനാവുകയും വേണം. എന്നാൽ പബ്ലിക്കിൻ്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങളൊരു വേറെ പേഴ്സണാലിറ്റി ആവും. അത് നടക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോധപൂർവമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. ഭാര്യ എന്നെ വിളിക്കുന്നത് അന്യൻ അമ്പി റമ്മോട് എന്നാണ്. ചില നേരത്ത് ഞാനിങ്ങനെ ഇതൊന്നും അല്ലട്ടോ ജീവിതം, ഇതൊന്നല്ല ജീവിതം, ഈ വീഡിയോയും പരിപാടിയൊക്കെ കുറച്ച് വെറുതെ ഇരിക്കാൻ ഇപ്പൊ മറ്റേ ചെറിയ രീതിയിൽ അമ്പിയായി മാറുന്നുണ്ട്, ഒതുങ്ങുന്നുണ്ട്. പിന്നെ ആളെൻ്റെ കൂടെ സ്റ്റേജിൽ ടോക്ക് ഷോക്ക് വരുമ്പോ എന്തായിരുന്നു കാണിച്ചു കൂട്ടിയത്, നിങ്ങൾ അവിടെ കിടന്ന് മറ്റേ അന്യം കളിയായിരുന്നു, നിങ്ങൾ ഭയങ്കര രസകരമായിട്ട് ഇങ്ങനെ. പിന്നെ ചില സമയത്ത് ഇങ്ങനെ റമ്മോപ്പൽ ഭയങ്കര ക്യൂട്ട് ഫണ്ണി അങ്ങനെ.
ആ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇന്ന പോസിറ്റീവ് എനിക്കുണ്ടെന്ന് തോന്നി ചിലപ്പോൾ. അല്ല അത് പക്ഷെ നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോഴാണല്ലോ ഒരു ഡിസോർഡർ എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ട് പറഞ്ഞാണ് എനിക്ക് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയുന്നതാണല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ മൂഡ് സ്വിങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഇത്ര ചിന്തകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണം എന്നുള്ളതാണ്. ഞാൻ പണ്ടൊക്കെ എനിക്കുള്ള പരിപാടി ഞാൻ തിരി കത്തിച്ച് വെച്ചിട്ട് കുറച്ചേരം വെളിച്ചത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ അമ്മയോട് പറയും, അമ്മ എന്നെ ഒരു അരമണിക്കൂർ എന്നെ വിളിക്കരുത്, ഒന്ന് പ്രാർത്ഥിക്കാൻ പോകണമെന്ന് പറയും. തിരി കത്തിക്കും കുറെ തന്നെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് അമ്മ ഇന്ന് തുടങ്ങി ഞാൻ കുറച്ചുകൂടി പറഞ്ഞ എൻ്റെ പുതിയ തീരുമാനങ്ങൾ പറയും. ഇതൊരു കാലഘട്ടത്തിൽ നടക്കുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ തിരി എടുക്കുമ്പോൾ അപ്പം പറയും ആ ഇളകി എന്ന് പറയും. തിരിയും തിപ്പിട്ടെടുക്കണം ആ ഇളകി എൻട്രി എന്ന് പറയും. ഇങ്ങനെ ചിലപ്പോൾ പള്ളിയിൽ പോയിരിക്കും. പള്ളിയിൽ ആരും ഇല്ലാത്ത സമയത്ത് ഈ വിശുദ്ധന്മാരുടെ ഒക്കെ ഒന്ന് തൊട്ട് തന്നെ ഒരു ഇടിയില്ലാത്ത വിശുദ്ധന്മാരൊക്കെ വെറുതെ ഒരു പള്ളിയിലാണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ പോയിരിക്കണം. അപ്പൊ നമ്മൾ ആ നേരത്തെ അവിടെ പോയി അല്ലേ ഞങ്ങളുടെ ഇവിടെ അന്തോണിസുണ്ണിയാളുടെ ഒരു രൂപം ഒരു ഇത് കൊണ്ടുവന്നിട്ട് അതൊരു പ്രദർശനമാണ്. എല്ലാവരും തൊടാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ഞങ്ങൾ ഫുട്ബോൾ ചെയ്യുന്ന ഗ്രൗണ്ടിന്റെ പുറകിൽ എന്താ വെച്ചാൽ മടക്കി വെച്ചേക്കാം. വ്യത്യാസം നമ്മളീ ഇവിടെ അടുത്ത് കളിച്ചിട്ട് അവര് ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ പറയാം പള്ളിയിൽ പോയിരിക്കാന്ന് പറയും. പക്ഷെ ആ പള്ളിയിൽ പോയിരിക്കുന്ന 30 മിനിറ്റ് എനിക്ക് ഉപകാരമുണ്ട്. വന്നു എന്റെ അപ്പനും അമ്മയ്ക്ക് മനസ്സിലായി. ഞാൻ എഴുത്തുകാരനായി കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പബ്ലിക് സ്പീക്കറായി കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഇതൊക്കെ അവന്റെ അന്വേഷണമായിരുന്നു. സെർച്ചിങ് സംതിങ്. അതൊരിക്കലും അവന്റെ അതാണ് ഇപ്പൊ എന്നെ ഞാനാക്കിയിട്ടുള്ളത്. എന്റെ കൺഫ്യൂഷൻസ് കുറച്ചേരം ഒന്ന് പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം, ഇന്നോട് ഈ പുതിയൊരു മനുഷ്യനാണെന്ന് തീരുമാനിക്കാം, വീണ്ടും കുറ്റബോധത്തിലോട്ട് വീഴുന്നു അല്ലെങ്കിൽ വീണ്ടും മടിയിലോട്ട് വീഴുന്നു, അന്നൊരു പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങാം, നീ അച്ഛനെ പോയി ഒന്ന് കണ്ടാലോ, അല്ലെങ്കിൽ ഇന്നൊരു കൂട്ടുകാരനെ കണ്ടാലോ, അവരോട് കുറച്ചേരം കേട്ടോ, അവനോട് ഇത് പറഞ്ഞാലോ, ഇങ്ങനെ അന്വേഷിച്ചും വീണും എഴുന്നേറ്റൊക്കെ ഐ വാസ് ബീങ് ഫോംഡ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മളൊക്കെ ശരിക്കും ഉണ്ടായിട്ടുള്ളത്. ഇതെനിക്കൊരു ഇറ്റ് സ്റ്റിൽ വിത്ത് മീ. ഇപ്പൊ അമ്മയ്ക്കപ്പനത് കൃത്യം അമ്മ ഒരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്യില്ല. ഇപ്പൊ ഞാൻ അമ്മയെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നതാണ് ഓക്കേടാ അമ്മയ്ക്കറിയാം അവനത് എന്ത് ഉപകാരം അവിടെ നിന്ന് തിരികെത്തിച്ചാണ്ടിരിക്കുമ്പോൾ അവന് കിട്ടുന്നുണ്ട്. ഇപ്പൊ വൈഫിനോട് ഞാൻ പറയുമ്പോ അവള് ഞാൻ യോഗിക് ലൈനിലോട്ട് പോയാലോ കുറച്ച് പൊക്കോ അത് ആക്ച്വലി ഇറ്റ്സ് ഹെൽപ്പിങ്. നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇങ്ങനത്തെ ചില സ്വിങ്ങുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ കിട്ടുന്നൊരു മനുഷ്യൻ ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ അങ്ങനെ ചിന്തിക്കണേ, ഇന്നലെ നീ ഇങ്ങനെയല്ലേ ചിന്തിച്ചേ, കുറ്റപ്പെടുത്താണ്ട് എന്തോ അവൻ ഹീസ് ട്രാവലിംഗ് എന്തോ ഒരു മറ്റൊരു സ്റ്റേജിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ നടന്നു നീ ത്രൂ ഔട്ട്. ഞാൻ വേറെ കാര്യം ജോസഫിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചത്, പല ചേഞ്ചസും കാണുന്നുണ്ടെങ്കിലും ജോസഫ് ത്രൂ ഔട്ട് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യനാണ്. അത് ആദ്യത്തെ പുസ്തകം തൊട്ടേ നമുക്കത് കാണാം. ബ്രദറിനും ബ്രദറിന്റെ ഫ്രണ്ട്സുമായിട്ടുള്ളൂ ഒക്കെ. അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണോ അതോ കുടുംബത്തിൽ പറഞ്ഞു വന്നിട്ടുള്ളതാണോ? ഗ്രാറ്റിറ്റ്യൂഡിനും സ്പിരിച്വാലിറ്റിയും എന്റെ ദൈവവിശ്വാസം തമ്മിൽ ബന്ധമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പ്യൂർ ഹ്യൂമൻ ട്രേറ്റ് ആണ്. അതെ, പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ അറിയില്ല. നമുക്ക് ഇപ്പൊ എനിക്കൊരു പേന എന്റെ നിലത്ത് വീണത് എനിക്ക് ഒരാൾ എടുത്തു തന്നാൽ പോലും എനിക്ക് അയാളുടെ നന്ദിയാണ്, താങ്ക് യു എന്ന് പറയാറുണ്ട് ഞാൻ. പെട്രോൾ പമ്പില് ഇപ്പോ ഇത് അടിച്ചു കഴിയുമ്പോൾ പെട്രോൾ അടിച്ചു കഴിയുമ്പോൾ താങ്ക്സ് ചേട്ടാ എന്ന് പറഞ്ഞു പോവാറുണ്ട്. അതൊരു ഓവർ ഹ്യൂമിലിറ്റി ഒന്നും അല്ല, അതെന്തോ അങ്ങനെ ഒരു ശീലം. ഒരുപാട് പേരിൽ നിന്ന് ഒരുപാട് പേരുടെ സഹായം കൊണ്ട് മാത്രം ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ. എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ നല്ല സുഹൃത്തുക്കളും എൻ്റെ ഗുരുക്കന്മാരും ഇല്ലെങ്കിൽ ഞാനില്ല. എൻ്റെ അപ്പനമ്മയെ എനിക്ക് അനുവദിച്ചുള്ള എൻ്റെ മൂഡ് സ്വിങ്ങുകളിൽ എൻ്റെ അന്വേഷണങ്ങളിൽ അവർ കൂടെ തന്നെ നിന്നുകൊണ്ട് ഞാനുണ്ടായി, ഞാനിപ്പോഴും നിലനിൽക്കുന്നു. യൂണിവേഴ്സിനോട് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാനെടുത്ത ചില സെമിനാറിൽ പോയി പെട്ടെന്ന് തിരിച്ചു പോന്നു, MBAക്ക് ഇന്റർണൽ പോലും പാസ്സാകൊണ്ട് തോറ്റു, ജോലി പെട്ടെന്ന് രാജിവെച്ചു, ഒരു പുസ്തകം 2 പേര് എഴുതാൻ തീരുമാനിക്കുന്നു. ഒക്കെ റാൻഡം ഡിസിഷൻസ് ആണ്. ഭയങ്കരമായ ലോജിക്ക് പോലും പലതിനും ഇല്ല. പക്ഷെ അത് എല്ലാം കൾമിനേറ്റ് ചെയ്ത് നല്ലതിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലാണ്ട് വേറെ എന്താ ചെയ്യാം? പൊതുവെ നമ്മുടെ നാട്ടില് ഈ താങ്ക് യു പറയലൊക്കെ ഇപ്പോഴാണ്